ഞാനിവിടെ റബ്ബർ വെട്ടാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. എന്നെക്കൊണ്ട് റബ്ബർ വെട്ടിക്കുകയില്ല. സംഭവം എന്നാണെന്നറിയോ? കുളവിക്കൂട്. സാധാരണ കുളവിക്കൂട് നമ്മൾ കണ്ടിട്ടുള്ളത് മരത്തെ കൂടല്ലേ. എൻ്റെ പൊന്നെ, ഇത് മരത്തേലൊന്നും അല്ല. ഇത് കണ്ടോ, കുളവി പോന്ന് നോക്കിയേ. മണ്ണിനകത്താണ് സംഭവം ഉള്ളത്. ഞാനിവിടെ വയക്ക് മെഷീൻ ഉപയോഗിച്ച് കാടടിച്ചത്. അന്നേരം എന്തോ കുരുത്തത്തിന് ഇതുങ്ങൾ ഇളകിയില്ല. ഈ ചപ്പയിലോ മരത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ പുല്ലും കട്ടയിലൊക്കെ ആയിരുന്നെങ്കിൽ അടിച്ചാൽ ചിലപ്പോൾ എന്നെ ആക്രമിച്ചേനെ. ഇത് മണ്ണിനുള്ളിലായതുകൊണ്ട് എന്തോ ഇതുങ്ങൾക്ക് ഒന്നും പരിക്ക് പറ്റിയില്ല. ഞാൻ രക്ഷപ്പെട്ടു. വലിയ പൊത്തുണ്ടാക്കിയിരിക്കുന്നത്. ഈ പൊത്തിനകത്തൂടെ അകത്തേക്ക് പോവുകയാണ് ഇതുങ്ങൾ. മണ്ണോ ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോവുക. കൂട് വലിപ്പം വെപ്പിക്കാനാണോ എന്താണെന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യുക? ഇതിൻ്റെ തൊട്ടടുത്തെല്ലാം റബ്ബറാണ് നിൽക്കുന്നത്. എനിക്കിട്ട് വെട്ടാനും പറ്റുന്നില്ല, പേടിച്ചിട്ട്. എന്നാ മൂളുന്നതെന്നറിയോ? ഇതുങ്ങൾ നടക്കുന്ന വഴി തന്നെ കാണാനുണ്ട്. ഇതുണ്ടോ വരുന്നുണ്ടോ? കണ്ടോ, ഈ വഴിക്ക് ഇങ്ങോട്ട് വരുക. കണ്ടോ, ഇതുങ്ങൾ നടന്നുണ്ടാക്കുന്ന വഴിയല്ല. ഇവിടെ വന്നിട്ട് മണ്ണോ കല്ലോ എന്തോ എടുത്തുകൊണ്ട് തിരിച്ചു പോകും. ഇപ്പോൾ കണ്ടോണേ, ഇപ്പം തിരിച്ചു പോവുക. കണ്ടോ, എന്തോ എടുത്തുകൊണ്ട് കൂട്ടിലേക്ക് പോവുക. നല്ല കൂട് പണിയാണ് ഇതിനുള്ളിൽ, ആ പൊത്തിനുള്ളിൽ. മണ്ണിൽ ഈ കുളവിക്കൂടി ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ. എന്താ ചെയ്യാന്നറിയത്തില്ല. ഒരെണ്ണമെങ്ങാനും കുത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ, എനിക്ക് ചെറുപ്പത്തിലൊരു കുത്ത് കിട്ടിയതാണ്. എനിക്കൊരു 13 വയസ്സുള്ളപ്പം ഒരു കുളവി ഈ തേൻ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വാഴയിൽ. ഞാൻ തോർത്തിട്ട് അടിച്ച് അതിനെ പിടിച്ചു. എന്നിട്ട് അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വിരൽ വെച്ച്, എൻ്റെ പൊന്നെ, വായും കൊണ്ടാ കുത്തുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. സംഭവം പുറകിൽ നിന്ന് അതിൻ്റെ ചന്തിയിൽ നിന്ന് മുള്ള് വന്നിട്ട് കൈക്കിട്ട് കുത്തി. അനുഭവിച്ചു പറഞ്ഞാൽ മതി. നേരം കഴിഞ്ഞിട്ടും കട്ടുകഴപ്പ് മാറിയിട്ടില്ല. ഇന്നൊക്കെ പിന്നെയും കുറച്ചുകൂടി ചികിത്സയുണ്ട്. പണ്ടൊക്കെ എന്നാ ഉള്ളത്, ഇതെന്നാ സാധനമാണെന്നറിയോ? കുളവി എന്ന് പറഞ്ഞാൽ, കുളവി കുത്തിയിട്ടുണ്ടെങ്കിൽ ആൾ വരെ തട്ടിപ്പോവും. ഒരു 5-6 കുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോധം കിട്ടു പോകും. എന്താണെങ്കിലും ഞാൻ രക്ഷപ്പെട്ടു. ഇതിനെ ഇനിയിപ്പോൾ എങ്ങനെയും ഒന്ന് ഒഴിവാക്കണമല്ലോ. മണ്ണിനുള്ളിൽ, പൊത്തിനുള്ളിലാണ് ഉള്ളത് ഈ സംഭവം. ഇത് എന്താ ചെയ്യുക? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഈ മണ്ണിനുള്ളിൽ, പൊത്തിനുള്ളിൽ കുളവിക്കൂട്? സാധാരണ മരത്തല്ലേ നമ്മൾ കാണുന്നത്. ഇത് സംഭവം ഇതാ നിലത്താണുള്ളത്. എന്താണേലും ഇതിനെ ഇവിടുന്ന് അകറ്റണം, അല്ലാതെ എനിക്ക് റബ്ബർ വെട്ടാൻ പറ്റില്ല. വേനലായി കഴിഞ്ഞാൽ പിന്നെ ഈച്ചയുടെ ശല്യമുണ്ട്. തേനീച്ച ആളുകളെ കുത്തി ഒരുപാട് പരിക്ക് പറ്റി പലരും ആസ്പത്രിയിൽ ആവുന്നുണ്ട്. പിന്നെ കുളവി, ചക്കയും മാങ്ങയൊക്കെ ആകുമ്പോഴത്തേനും കുളവി എത്തിക്കഴിയും. എന്താണേലും ഇപ്പോഴേ കൂടെല്ലാം കൂട്ടി അടിപൊളിയാക്കുകയാണ് സംഭവം.